ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഒരിക്കല് ഞാൻ ഗുരുവായൂരിൽ പോയപ്പോൾ പൊന്നുണ്ണിക്കണ്ണന്റെ വിഗ്രഹം വാങ്ങി കൊച്ചുരുളിയിൽ മേശപ്പുറത്ത് വെച്ചു. അന്നു മുതൽ കണ്ണൻ എൻ്റെ കൂട്ടുകാരനായി. ഞാൻ എല്ലാ കാര്യവും കണ്ണനോട് പറയാൻ തുടങ്ങി. കണ്ണൻ എല്ലാം കേട്ട് പുഞ്ചിരിച്ചു നിൽക്കും. എന്നും ഗുരുവായൂരിൽ താമസിക്കുന്നത് പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. ചിരിച്ചും കരഞ്ഞും ഞാൻ പറയുന്നതൊക്കെ കണ്ണൻ മൂളി കേട്ടു. ഒരു ദിവസം ഉണ്ണിക്കണ്ണനെ മേശപ്പുറത്ത് നിന്ന് ഞാൻ മാറ്റി ലിവിംഗ് റൂമിലേക്കാക്കി. കുറച്ച് ദിവസം ഞാൻ കണ്ണനെ മറന്നു. വീട്ടിൽ ചില അനിഷ്ട സംഭവമുണ്ടായി. എൻ്റെ കൈ തട്ടി ചില്ല് പ്ലേറ്റ് വീണുടഞ്ഞു. ചില്ലലമാര വീണു. എൻ്റെ മകൻ കുടുംബമായി കുറച്ച് ദൂരെ താമസിക്കുന്നുണ്ട്. അവൻ പതിവില്ലാതെ എന്നോട് പിണങ്ങി. എന്നെ ഫോണിൽ വിളിക്കാതായി. ഞാൻ വാവിട്ട് കരഞ്ഞു. അങ്ങനെ ദിവസങ്ങൾ ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഒരിക്കല് ഞാൻ ഗുരുവായൂരിൽ പോയപ്പോൾ പൊന്നുണ്ണിക്കണ്ണന്റെ വിഗ്രഹം വാങ്ങി കൊച്ചുരുളിയിൽ മേശപ്പുറത്ത് വെച്ചു. അന്നു മുതൽ കണ്ണൻ എൻ്റെ കൂട്ടുകാരനായി. ഞാൻ എല്ലാ കാര്യവും കണ്ണനോട് പറയാൻ തുടങ്ങി. കണ്ണൻ എല്ലാം കേട്ട് പുഞ്ചിരിച്ചു നിൽക്കും. എന്നും ഗുരുവായൂരിൽ താമസിക്കുന്നത് പോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. ചിരിച്ചും